പതിവിന്ന് വിപരീതമായി കുക്കിംഗ് വീഡിയോ ഒന്ന് മാറി നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു ട്രാവൽ വ്ളോഗാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ സ്ഥലം പിടികിട്ടി കാണുമല്ലോ, ദുബായ് സഫാരി പാർക്ക്. ഏകദേശം 120 ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ദുബായിലെ ഏറ്റവും വലിയ സൂ. സന്ദർശകരെ ആകർഷിക്കാനായി വിവിധ വില്ലേജുകളായാണ് ഇവിടെ സൂ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏഷ്യൻ വില്ലേജിലെയും കിഡ്സ് വില്ലേജിലെയും കാഴ്ചകൾ കാണാം. നല്ല ചൂടിൽ നടന്നു വന്ന് ഇതിൻ്റെ അടിയിലെത്തുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഇത് വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ്. ഏഷ്യൻ വില്ലേജിൽ നമ്മൾ ആദ്യം വരവേറ്റത് ഈ ബിരുദന്മാരാണ്. കാഴ്ചക്കാരെ രസിപ്പിക്കാൻ മച്ചാന്മാരുടെ കയ്യിൽ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. എന്താ കണ്ടു നോക്ക്. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. ഭയങ്കര എന്താ ഓരോ സംഭവങ്ങള്. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഈ രണ്ട് ബിരുദന്മാരുണ്ട്. പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ ഒരു ഗുഹ. അതിൻ്റെ അടിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു വെള്ളക്കെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങി മുന്നോട്ട് പോയപ്പോഴാണ് ഈ പുള്ളിനെ കണ്ടത്. മൂപ്പരുടെ മുഖം കാണാൻ കാത്തു നിന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ഏഷ്യൻ വില്ലേജിലെ മെയിൻ അട്രാക്ഷനാണ് ഏഷ്യൻ വില്ലേജ് തിയേറ്റർ. നമ്മൾ മനുഷ്യന്മാരുടെ പ്രവർത്തികൾ പരിസ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അത് ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്നുമാണ് അവരവിടെ നമുക്ക് ആദ്യം കാണിച്ചു തന്നത്. ഏഷ്യൻ വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഏഷ്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളായിരിക്കും ഇവരോട് കാണിക്കാൻ പോകുന്നത്. എൻവയോൺമെൻ്റലിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തിയ ഇദ്ദേഹമാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അദ്ദേഹം വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സൈഡിൽ നിന്ന് കുറേ ആടുകൾ ഇങ്ങനെ ഓടി വന്നു. അദ്ദേഹം തന്നെ അവരോട് പറഞ്ഞു, ഞാൻ വൈൽഡ് ആനിമൽസിനെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളെ പറ്റിയല്ല. അത് കേട്ടതും കൂട്ടത്തിൽ ഒരാട് നേരെ ഒരു സൈഡിലേക്ക് പോയി മാറി നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എല്ലാത്തിനെയും പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ആ വിരുദ്ധനില്ലേ, ആ കറുത്ത ആട്, അവൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനം അവനെയും ഓടിച്ചു വിട്ടു. ഇനി ഓരോ ജീവികളെ അദ്ദേഹം വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ആരാണെന്ന് കാണാൻ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തു നിന്നു. അത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന മുള്ളംപന്നി. മുള്ളംപന്നി വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. അടുത്ത വിരുദ്ധൻ വെള്ളത്തിലേക്കൂടെ നീന്തിയാണ് വരുന്നത് കേട്ടാ. ആളെ കാണാൻ കീരീനെ പോലെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഒരു പഞ്ചാബി BGM ഇട്ടിട്ട് ഈ മുതൽ വേദിയിലേക്ക് വന്നു. പിന്നെ അതൊരു സൈഡിൽ നിന്ന് പറന്ന് വരുന്ന പെലിക്കൺസ്. അതിൻ്റെ ഇഷ്ടഭക്ഷണമായ ഫിഷ് കൊടുക്കാനായി കാഴ്ചക്കാരിൽ നിന്ന് 2 പേരെ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ആദ്യം ഒരു സൈഡിൽ നിന്ന് ഒരാൾ ഫിഷ് എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവിടുന്ന് കുറേ ഫിഷ് അകത്താക്കിയതിന് ശേഷം മറ്റേ സൈഡിലേക്ക് എല്ലാം കൂടി പറന്നു വന്നു. ഇവിടെ റെഡി ആയിട്ടുള്ള ആൾ ഫിഷ് ത്രോ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. വലിയ തടാകങ്ങൾ, നദികൾ, കടലിനോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങൾ, ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ പെലിക്കൻസിനെ കാണാൻ പറ്റുക. ഫിഷ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആഹാരം. കൊക്കിന് താഴെയുള്ള സഞ്ചി പോലുള്ള ഭാഗം ഇവയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് ഇവരെ മീൻ പിടിക്കാൻ സഹായിക്കും. ഒരു ദിവസം ഒരു പെലിക്കൺ ശരാശരി 1.8 കിലോഗ്രാം ഫിഷിനെ അകത്താക്കും. എല്ലാ ജീവികളും നല്ല വെൽ ട്രെയിൻഡ് ആണ് കേട്ടോ. പിന്നെ വന്നത് അരയന്നത്തിനെ പോലുള്ള ഒരു പക്ഷിയാണ്. ഷോൻ്റെ അവസാനമായപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഒന്നുകൂടി വേദിയിലേക്ക് കടന്നു വന്നു. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത ഒന്നുകൂടി ആവർത്തിച്ച് അദ്ദേഹം ഷോ അവിടെ അവസാനിപ്പിച്ചു. അവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോയത് അറേബ്യൻ ഡെസേർട്ട് സഫാരിയിലേക്കാണ്. ബഗ്ഗി വെഹിക്കിളിലാണ് ഡെസേർട്ട് സഫാരി. മെയിൻ കവാടം തുറന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടി ഉള്ളിലേക്ക് കടന്നു. അബ്ദുള്ള എന്ന് സ്വയം പരിചയപ്പെടുത്തിയ അദ്ദേഹമാണ് ഞങ്ങളുടെ ഡ്രൈവറും ഗൈഡും. അറേബ്യൻ ഡെസേർട്ട് സഫാരിയിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന ജീവികളെയാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുക. ഓരോ ജീവികളെ കാണുമ്പോഴും അബ്ദുള്ള നമുക്ക് അവയുടെ പ്രത്യേകതകൾ വിവരിച്ചു തന്നു. കൂടുതലും മരുഭൂമിയിൽ കാണപ്പെടുന്ന മാൻവർഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ്. ഈ വിരുദ്ധന് കാലാവസ്ഥക്കനുസരിച്ച് അതിൻ്റെ നിറത്തിൽ മാറ്റം വരും. സമ്മർ സീസണിൽ ഒരു ഡാർക്ക് കളറും വിൻ്റർ സീസണിൽ വൈറ്റ് കളറും എന്നാണ് അബ്ദുള്ള പറഞ്ഞത്. ഒരു 10-15 മിനിറ്റ് ജേണിയാണ് അറേബ്യൻ ഡെസേർട്ട് സഫാരി. പിന്നെ നമുക്കവിടെ കാണാൻ പറ്റിയത് ഒട്ടകപക്ഷിയാണ്. പക്ഷെ അത് വളരെ ദൂരത്തായിപ്പോയി.
ഇതാണ് അറേബ്യൻ ഓറക്സ്. യു എയുടെ നാഷണൽ അനിമലാണ്. യു എ കൂടാതെ ബഹ്റിൻ, ഒമാൻ, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ കൂടി നാഷണൽ അനിമലാണ്. പിന്നെ നമ്മളവിടെ കണ്ടത് 2 വലിയ ഒട്ടകങ്ങളെയാണ്. ചൂടിൽ നിന്നൊരാശ്വാസം എന്നോണം ആകണം, രണ്ടും മരത്തണലിൽ നിൽക്കുകയായിരുന്നു. അറേബ്യൻ ഡെസേർട്ട് സഫാരി നേരെ ചെന്നെത്തുന്നത് കിഡ്സ് ഫാമിലേക്കാണ്. പേര് പോലെ തന്നെ 100% കിഡ്സിന് വേണ്ടിയുള്ള ഒരു ഏരിയ ആണിത്. വളരെ കളർഫുള്ളായിട്ടുള്ള, കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കൂടുകളാണ് അവിടെ ഓരോ മൃഗങ്ങൾക്കും ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങളെ കണ്ടതും തീറ്റ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് ഈ 2 ബിരുദന്മാരും വന്നു. പിന്നെ ഈ പോണി ഹോഴ്സ് സാധാരണ കുതിരയെ പോലെയല്ല, വളരെ നീളം കുറഞ്ഞൊരു കുതിര. പിന്നെ നല്ല ഉച്ചമയക്കത്തിലേർപ്പെട്ട കുറച്ച് ചെമ്പരിയാട്. പിന്നെ അതേ എമുവും പശുവും. അവിടുന്ന് നേരെ പോയതൊരു ചെറിയ പക്ഷിക്കൂടിലേക്കാണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരുപാട് പക്ഷിവർഗ്ഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന തത്തയുണ്ടല്ലോ, ഇവിടെ നെറ്റ് അടിച്ചിട്ടുള്ള ഗേജാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷികൾക്കൊന്നും പുറത്തേക്ക് പറന്നു പോകാൻ പറ്റില്ല. പിന്നെ അതേ ഈ മൂപ്പർക്ക് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞാണ്. പിന്നെ അതിനകത്തുള്ളത് പെറ്റിംഗ് സൂ ആണ്. ആട്, പശു അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ. നേരത്തെ കണ്ട വിരുദിന് നമ്മളെ അടുത്ത് വരാൻ താല്പര്യമില്ലെങ്കിൽ ദേ ഇവന്മാർ 2 ആളും നമ്മളെ വീഡിയോക്ക് നന്നായി പോസ് ചെയ്ത് തന്നു. ജാട ഒട്ടും തന്നെ ഇല്ലാത്ത, കണ്ടാൽ പാവെന്ന് തോന്നുന്നൊരു മൃഗം. പക്ഷെ പലരെയും കളിയാക്കാൻ നമ്മൾ ഇവൻ്റെ പേര് യൂസ് ചെയ്യും. പിന്നെ അവിടെ കാണാൻ കഴിഞ്ഞത് ആമകളെയാണ്. നല്ല സൈസുള്ള വലിയ ആമകളെ. കിഡ്സ് പാർക്കിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അടുത്ത ലക്ഷ്യം ആഫ്രിക്കൻ വില്ലേജാണ്. അപ്പോഴാണ് മനോഹരമായൊരു വാദി അവിടെ കണ്ടത്. അറബിക്കിൽ വാദി എന്ന് വെച്ചാൽ ചെറിയൊരു നദി അല്ലെങ്കിൽ അരുവി അങ്ങനെയൊക്കെയാണ്. മനോഹരമായൊരു ഗാർഡനിൽ കൂടെ ആഫ്രിക്കൻ വില്ലേജ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. സിംഹവും ആഫ്രിക്കൻ ആനയൊക്കെയുള്ള ആഫ്രിക്കൻ വില്ലേജിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത പാർട്ടിൽ കാണാം.